ഹായ് എവരിവൺ, സി മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ ക്ലർക്ക് തുടങ്ങി സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ട് വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഈ ആക്ട് പഠിക്കുന്നതിന് മുന്നേ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകളും ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻസ് രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: cooperative movement in India was started as dash. ആൻസർ: സ്റ്റേറ്റ് പോളിസി. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ മിക്ക രാജ്യങ്ങളിലും ഇതൊരു പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പീപ്പിൾസ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. ആൻസർ: ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ആക്ച്വലി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡെക്കാൻ റൈറ്റ് കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ. ആൻസർ: 1877. 1877 ഡെക്കാൻ റൈറ്റ് കമ്മീഷൻ ഫോം ചെയ്തത്. 1877 ഡെക്കാൻ റൈറ്റ് കമ്മീഷൻ ഫോം ചെയ്തത്. അതായത് ഇതിന് കാരണമായത് 1874 ഒരു ഡെക്കാൻ റീജിയണിലെ പീപ്പിൾസ് ഒരു റൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് അവിടുത്തെ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ഡെക്കാൻ റീജിയനിലെ മെയിനായിട്ടും അഗ്രികൾച്ചർ ഫാമേഴ്സ് ഒരു റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് 1877 ഇതിനെതിരെ ഒരു കമ്മീഷൻ ഫോം ചെയ്യുകയും ആ കമ്മീഷൻ 1878 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് 1879 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡാറ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. ഡാറ ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ: ഫസ്റ്റ് ഫാമിംഗ് കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ. ആൻസർ: 1880. 1880 ഫസ്റ്റ് ഫാമിംഗ് കമ്മീഷൻ ഫോം ചെയ്തത്. റിച്ചാർഡ് സ്ട്രാച്ചി ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഈ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. ഒന്നാമത്തത് ക്രിയേറ്റ് ഫാമിംഗ് ഫണ്ട്, രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ് ഫാമിംഗ് കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ആൻസർ: ഫെഡറിക് നിക്കോൾസൺ. ബൈ പ്രൊഫഷൻ ഈ നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ അദ്ദേഹം ഒരു ICS ഓഫീസർ ഓഫ് മദ്രാസ്. ഫെഡറിക് നിക്കോൾസൺ മദ്രാസ് പ്രൊവിൻസിൻ്റെ ICS ഓഫീസർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: നിക്കോൾസൺ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ മദ്രാസ് ഗവർണർ. ആൻസർ: വെൻലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് ഡാഷ് ദ മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ഫെഡറിക് നിക്കോൾസൺ to study the village banks organized in Germany on cooperative lines. Answer: 1892. Sir Frederick Nicholson submitted his report in the year. Answer: 1895. അതായത് അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്തത് 1892 3 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ഇൻട്രിം റിപ്പോർട്ട് 1895 സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 1897 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടി ഒരു ഫൈനൽ റിപ്പോർട്ട് 1899 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 1895 റിപ്പോർട്ടിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വേർഡായിരുന്നു ഫൈൻഡ് റഫേസൺ. ഫെഡറിക് നിക്കോൾസൺ സജസ്റ്റഡ് ദാറ്റ് ഡാഷ് ടൈപ്പ് സൊസൈറ്റീസ് വാസ് ദ ബെസ്റ്റ് ഫോർ ഇന്ത്യൻ സിറ്റുവേഷൻസ്. ആൻസർ: റഫേസൺ. അടുത്ത ക്വസ്റ്റ്യൻ: എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ. 1901. 1901 എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ
ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1904 ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് ആക്ട് 1904 നിലവിൽ വന്നത്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സർ എഡ്വേർഡ് ലോയും ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫെഡറിക് നിക്കോൾസനും ഡ്യൂപ്പർനെക്സുമാണ്. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഹൂ സെഡ് ദിസ്? ഈ ഫേമസ് ആയിട്ടുള്ള കോട്ട് പറഞ്ഞത് മക്ലഗാൻ കമ്മിറ്റിയാണ്. പീപ്പിൾ ബാങ്ക് ഫോർ നോർത്ത് ഇന്ത്യ ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ ഡ്യൂപ്പർനെക്സ്. 1900 ഡ്യൂപ്പർനെക്സ് എഴുതിയ ബുക്കാണ് പീപ്പിൾ ബാങ്ക് ഫോർ നോർത്ത് ഇന്ത്യ. ക്ലാസുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും സി മീഡിയ ക്ലാസുകൾ ക്രമീകരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ.